അസ്സലാമു അലൈക്കും സഹോദരന്മാരെ. നമ്മുടെ ഈ യു പി ഭരിക്കുന്ന യോഗി ആദിത്യനാഥ് ഉണ്ടല്ലോ, അദ്ദേഹം ഈ ദീപാവലിന്റെ സമയത്ത് ഹലാലുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വാദ്യപ്രസംഗം നടത്തിയിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ ഇതിൽ ഉൾപ്പെടുന്നില്ല, കാരണം വീഡിയോ നീളുന്നതുകൊണ്ട്. പക്ഷെ ഈ യു പി ഭരിക്കുന്ന മുഖ്യമന്ത്രി പറഞ്ഞത് ഈ ദീപാവലിക്ക് ഹലാൽ എന്ന് എഴുതിയ ഒന്നും വാങ്ങരുത്, ഹലാൽ വിൽക്കുന്നവരിൽ നിന്നൊന്നും വാങ്ങരുത്. അത് കോടിക്കണക്കിന് ഉറുപ്പ്യ അവരുണ്ടാക്കുന്നു, എന്നിട്ട് അത് ജിഹാദിന്, രാജ്യദ്രോഹത്തിന്, തീവ്രവാദത്തിന് എല്ലാം ഉപയോഗിക്കുന്നതാണ് ആ പൈസ. അതുകൊണ്ട് ഈ ഹലാൽ എന്ന് പറയുന്ന സാധനം ഒന്നും വാങ്ങരുത് എന്ന് ഒരു രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രി, അത് ഇന്ത്യൻ്റെ ഭരണഘടനയൊക്കെ അതിൻ്റെ 1000-1 ഭാഗം പോലും അദ്ദേഹത്തിന് അറിയാൻ തോന്നി നമുക്ക്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ വർഗീയം പറയുന്നതും, അല്ലെങ്കിൽ അവർക്ക് ഇരിക്കുന്ന സ്ഥാനം എന്ത് എന്ന് മനസ്സിലാക്കാതെ കണ്ട്, ഈ ലോകത്തിനെ ഒന്നും മനസ്സിലാക്കാതെ കണ്ട് പറയുന്നതെന്നേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഹലാൽ എന്ന് പറഞ്ഞാൽ എന്തെന്ന് മനസ്സിലാക്കാത്ത ഇവരോട് ഇവരെന്താണ് ഈ ഹലാൽ എന്നുള്ള സാധനത്തിനെ മനസ്സിലാക്കുന്നത്? ഏതായാലും നമുക്ക് ഒരു ചെറിയൊരു വീഡിയോ കാണാം. അപ്പം നമുക്ക് മനസ്സിലാവും ഈ സംഖ്യകളും ഇവർക്ക് ഈ ഹലാലും നല്ലതും ലോക ജനങ്ങൾ അംഗീകരിക്കുന്നതും എന്ന് ലോകത്ത് ഒരു മനുഷ്യന്മാരുടെ പ്രവർത്തനം കാണുമ്പോൾ ഒരു മനുഷ്യന്റെ നന്മയും തിന്മയും അല്ലെങ്കിൽ നല്ലതും പടക്കം മനസ്സിലാക്കി വരുന്നത് മനസ്സിലാക്കി. അപ്പൊ ഏതായാലും ഇവര് ഹലാലായിട്ട് കാണുന്ന ഒരു കാര്യം നോക്കിയേ, എനിക്ക് പിന്നെ സംസാരിക്കാൻ നമുക്ക്. छत्रपति शिवाजी महाराज की जय श्री राम, भारत माता की छत्रपति संभाजी महाराज की. കണ്ടില്ലേ, സ്വന്തം അമ്മയാണ് ഏറ്റവും വലുത് ഈ ലോകത്ത്. പടച്ചവനെ കഴിച്ചാൽ സ്വന്തം നമ്മുടെ പെറ്റ അമ്മയാണ് ഏറ്റവും വലുത്. അതിനേക്കാൾ വലുത് ഒന്നും ലോകത്തില്ല. പ്രവാചകനോട് ചോദിച്ചു ഒരു മനുഷ്യൻ, ഞാൻ ആർക്ക് വേണ്ടി നന്മയാണ് ഏറ്റവും കൂടുതൽ എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ പറഞ്ഞു, നിന്റെ ഉമ്മാക്ക്. അമ്മക്ക് 3 പ്രാവശ്യം ചോദിച്ചപ്പോഴും പറഞ്ഞത് എങ്ങനെയാണ്? നിന്റെ ഉമ്മക്ക്. 4ാമത്തെ പ്രാവശ്യം എന്ന് പറഞ്ഞത് നിന്റെ ബാപ്പക്ക്. അത്രയും കാരണം ഒരു ഉമ്മ, ഒരമ്മ ആ പ്രസവിച്ച കുട്ടീനെ ഒരു യുവാവ് ആക്കിയിട്ട് ഒരു 10-16 വയസ്സിനെ വളർത്തിയെടുക്കാൻ അത്ര പ്രയാസമുള്ള ഒരു അമ്മക്ക്. അങ്ങനത്തെ അമ്മക്കാണ് നമ്മൾ കിരിമത്ത് ചെയ്യണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചത്. ആ പ്രവാചകൻ പഠിപ്പിച്ചത് തന്നെയാണ് നമ്മളും പറയുന്നത്. പക്ഷെ അതിനെപ്പറ്റി ഇത്തിരി പോലും വിവരം ഈ ചങ്ങായിക്കില്ല. ഈ ചങ്ങായി ഹലാലായിട്ട് കണ്ടതെന്നറിയോ? ഇതാണ് ഇന്ന് ലോകത്ത് ഇവര് പറയുന്നത്. ഒരു 10 കൊല്ലത്തിൽ ഇപ്പുറം പറയുന്നത് നമ്മളെ കണ്ട് പഠിക്കണോ, ലോകം നമ്മളെ കണ്ട് പഠിക്കണം, നമ്മളിന് ലോകത്തിനെ നിയന്ത്രിക്കും, ഇന്ത്യയാണ് ലോകത്തിനെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ ഒരവസ്ഥയാണ് നമ്മൾ ഇത് കാണുന്നത്. കാരണം മുൻകാലങ്ങളിലൊക്കെ ഈ ഇതുണ്ടല്ല, നായ്ക്കൾ കാഷ്ടമൊക്കെ തിന്ന കാലം കണ്ടിട്ടുണ്ട് നമ്മൾ. പക്ഷെ അവർ പോലും നായ്ക്കൾ പോലും ഇപ്പം കാഷ്ടം തിന്നുന്ന നമ്മൾ കാണുന്നില്ല. അങ്ങനത്തെ ഒരു ലോകത്ത് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ലോകം, ഈ ഇന്ത്യ രാജ്യത്തിന് ഇന്ത്യ വിലയിരുത്തും. ഇത് മനസ്സിലാക്കിയിട്ട് ഇത് നല്ലതാണെന്ന് മനസ്സിലാക്കിയ യോഗിയും അതുപോലെ തന്നെ കുറെ സംഖ്യകളും പറയുന്നത് ഹലാല് പാടില്ല, ഇതാണ് ഏറ്റവും നല്ലത്. ഇവരെ പറ്റി നമ്മൾ എന്ത് പറയാനും? പിന്നെ ഈ ഹലാൽ എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം അനുവദീയമായത്, അത് മുസ്ലിങ്ങൾക്ക് അനുവദീയമായതെന്നല്ല പറയുന്നത്. വൈദ്യശാസ്ത്രം തന്നെ പറഞ്ഞു. കൂടുതലും ഈ ഹലാൽ എന്നുള്ള പേര് വരാൻ കാരണം തന്നെ എനിക്ക് ഈ അർത്ഥിവിധ തന്നെയാണ് ഈ ഹലാൽ എന്ന് പറഞ്ഞതിന്റെ പ്രത്യേകിച്ച്. പിന്നെ ഇസ്ലാമിലെ ഹറാമായ കാര്യങ്ങൾ, കള്ളു കുടിക്കാൻ പാടില്ല, അത് ഹറാം, അതിന് ഹലാലല്ല എന്ന് പറയും. ഇന്ന പോലെ വ്യഭിചരിക്കരുത്, അത് ഹറാമാണ്, ഹലാലല്ല. അപ്പം നല്ലതിനെ മാത്രമേ ഹലാൽ എന്ന് പറയുന്നതാണ് ഈ ഹലാൽ എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ യോഗിയും ഈ സംഖ്യകളും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഹറാമും, ഈ ചാണകം തിന്നലും മൂത്രം കുടിക്കലും, വീഡിയോ ഒരുപാടുണ്ട്, ബ്രെഡ് ചാണത്തിൽ മൂക്കിയിട്ട് തിന്നുന്നതൊക്കെ. ഇവരെ കണ്ടിട്ട് പോകണം എന്നെന്ത് രോഗം പിടിക്കാൻ. വൈദ്യശാസ്ത്രം പോലും പറഞ്ഞു അറുത്തിട്ട് അതിന്റെ ശരീരത്തിലെ മൊത്തം രക്തം പോയതിനു ശേഷം മാത്രമേ ആ ഇറച്ചി കഴിക്കാൻ പാടുള്ളൂ. മനസ്സിലായില്ലേ? യഥാർത്ഥത്തിൽ ഇവർ ചെയ്യുന്ന ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് ഒരു 2 എക്സ്പോർട്ട് ചെയ്യുന്ന 2-3 കമ്പനി ഗൾഫ് കൺട്രിയിലേക്കല്ലോ ഹലാൽ എന്ന് പറഞ്ഞിട്ട്. യഥാർത്ഥത്തിൽ ഇതൊക്കെ കാണുന്ന ഇവർ ഹലാൽ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെയൊക്കെ കംപ്ലീറ്റ് BJP-ക്കാരാണ് എളുപ്പത്തിലുള്ളത്. ഈ ഹലാലിന്റെ കയറ്റുന്നത് ബീഫ് കയറ്റേക്കുന്നത് ഇന്ത്യയിൽ നിന്ന്. അത് ഇവർ പറയുന്നത് ഈ അമ്മനെയൊക്കെ അറുത്തിട്ടാണ് ഇറച്ചിയാക്കിയിട്ട് കയറ്റുന്നത്, ബീഫാക്കിയിട്ട്. ഇത് ഇവിടെ മുസ്ലിങ്ങൾ തിന്നാൻ പാടില്ല, അത് ഹറാം തിന്നാൻ പാടില്ല, ദൈവം പോകും. പക്ഷേ ഇവർ കച്ചവടം ചെയ്യാൻ പറ്റിയ ഹലാലില്ല. ഇല്ല, വിദേശത്തിന് പോകുന്ന കംപ്ലീറ്റ് ബീഫ് ഉണ്ടല്ലോ, ഇതൊക്കെ അറുത്തിട്ട് അയക്കുന്നതോ അള്ളാഹു അറിയാം, എല്ലാം അടിച്ചു കൊന്നിട്ട് അങ്ങനെ കയറ്റേക്കുന്നതോ തിന്നുന്നത് സൂക്ഷിച്ചോളൂ. ഇത്രയും നമുക്ക് അതിന് പറയാനുള്ളൂ. അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന ഇവരാണ് നമ്മൾ പറയുന്നത്
ഈ മുസ്ലിങ്ങൾ ചെയ്യുന്നതെല്ലാം ഈ രാജ്യത്തിന് ദ്രോഹവും മനുഷ്യന് ഹാനികരവും ഹലാലും പിന്നെ ഹറാമും രാജ്യദ്രോഹം ഇതൊക്കെ ഇവര് ചെയ്യുന്ന ഈ ചാണ മുക്കി തിന്നുന്നത് ഈ മൂത്രം കുടിക്കുന്നതും ഈ ലോകം കണ്ട നമ്മൾ രാജ്യത്തിന് തന്നെ ഒരു 10 കൊല്ലത്തിന് ഇപ്പുറം ഈ ഇന്ത്യ രാജ്യത്തിന് തന്നെ വിവരദോഷികളാക്കി മാറ്റി ഇവരെ കൊണ്ട് കുറഞ്ഞ ആളെ കൊണ്ട് എല്ലാവരും അല്ല ഈ രാജ്യത്തിന് ഹിന്ദുക്കളെ പേര് പോലും ഇവർ കളഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം ഇത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഇപ്പം UP-യിലത്തെ ഒരുപാട് വീഡിയോ നമുക്ക് കാണാം. പബ്ലിക്കായിട്ട് പറയുന്നു ഇവനൊക്കെ നമ്മൾ എന്ത് പറയും, ഇവരൊന്നും നമ്മൾ പറഞ്ഞ പോലെ, കാരണം ഇവർ ഈ ലോകത്തൊന്നും പഠിക്കുന്നവരൊന്നല്ല. പിന്നെ അവരോട് നമ്മൾ എന്ത് പറയുന്നു, എന്നിട്ടാണ് പറയുന്നത് ഈ ചാണാൻ കുടിക്കലും മൂത്രം ചാണാൻ തിന്നലും മൂത്രം കുടിക്കലും ഇതൊക്കെയാണ് ഹലാല്. ഇവർക്ക് എത്രത്തോളം നല്ലതെന്ന് തോന്നുന്നു അവിടത്തോളം പറയട്ടെ. കാരണം നമുക്കിത് പറയാൻ പറ്റുമെന്ന് പറയേണ്ടി വരുന്നത് വെച്ചാൽ മുസ്ലിങ്ങൾ ചെയ്ത നന്മേനെ ഹറാമാക്കിയിട്ട് ഇതൊക്കെ ഹലാലെന്ന് പറയുമ്പോൾ ആരെങ്കിലും ഇവരെ അനുകൂലിക്കുന്ന ആൾ ലോകത്തുണ്ടാവും. ഇത്രയും പറഞ്ഞു. ഞാൻ ആരും മതത്തിന് വിശ്വാസത്തിന് വ്രണപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതൊന്നല്ല. പക്ഷെ ഇതൊക്കെയാണ് നമ്മൾ ഇന്ത്യൻ്റെ അവസ്ഥ ഇന്നത്തെ. ഇതിനെ ഇന്ത്യ രാജ്യത്തിലെ ഹിന്ദുക്കൾ വേണം ഇതിൻ്റെ രംഗത്തിറങ്ങാൻ. കാരണം ഹിന്ദുവിൻ്റെ മതത്തിൻ്റെ വിശ്വാസം തന്നെ ലോകം കൂടി പരിഹസിക്കാൻ തുടങ്ങിയെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനെ പറഞ്ഞുകൊണ്ട് നിർത്തുന്ന ആ ദീപാവലി നല്ലൊരു മതത്തിൻ്റെ ആഘോഷമാണ്. ആ സമയത്ത് പോലും വർഗീയം പറയുന്നു. ഗൾഫ് കൺട്രിയിലോ ഒരൊറ്റ ബിൽഡിംഗ് ബാക്കിയിട്ടാണ് ദീപാവലിക്ക് ചാമിച്ചിട്ട് ബൾബ് ഡെക്കറേഷൻ ബൾബൊക്കെ കിട്ടിയിട്ട്. ഇത് ആ സമുദായത്തിനാണ് മറ്റു സമുദായത്തിനെ കണ്ടുതാത്താൾക്ക് മാറ്റുന്നത്. അതുകൊണ്ട് ഇവർ തിരിച്ചറിയണമെന്ന് നമുക്ക് പറയുന്നുള്ളൂ. ഹിന്ദു സമുദായത്തിനോടും നല്ലവരായ മനുഷ്യരോട് പറയാനുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാനിത് ഈ വീഡിയോ അതിൽ ഉൾപ്പെടുത്തിയിട്ട് കാണിച്ചു നേടി നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇതാണ് ഇവരെ ഹലാലും നമ്മളെ ഹലാലുമായിട്ടുള്ള വ്യത്യാസം. ഇത്ര പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോ എല്ലാവർക്കും തെറ്റുവിട്ടാണെങ്കിൽ ക്ഷമിക്കുക. അടുത്ത വീട്ടിൽ കാണുന്നവർക്ക് എല്ലാവർക്കും ജയ് ഹിന്ദ്.